പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നേ ദിനം നമുക്കേവർക്കും സന്തോഷങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്നും സർവശക്തനായ ദൈവം ധാരാളമായി ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 41-ാം വാക്യം. ലാമന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 41 നാം ഇപ്രകാരം വായിക്കുന്നു: നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. ഈ വാക്യമോ വാക്യ പശ്ചാത്തലമോ ഒന്നും തന്നെ പറയേണ്ടതായ ആവശ്യങ്ങളില്ല. വിലാപങ്ങളുടെ പുസ്തകങ്ങളുടെ പ്രത്യേകതയും അതിൻ്റെ പശ്ചാത്തലവും നമുക്ക് പരിചിതമാണ്. ഇതാ വളരെ ചെറിയ ഒരു വാക്യം, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ആരും പാലിക്കാത്തത്, നമുക്കേവർക്കും അറിയാവുന്ന കാര്യം, പക്ഷേ നമ്മൾ ഒരിക്കലും ചെയ്യാത്തത്, നമുക്ക് ചെയ്യുവാൻ ഒരു മുടക്കും ഒരു അധ്വാനവും ഒരു എഫേർട്ടും ഇല്ലാത്ത കാര്യം, പക്ഷേ നാം ഒരിക്കലും ചെയ്യുവാൻ മുതിരാത്ത കാര്യം എന്താണ്? സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കൈകളും ഹൃദയവും ഉയർത്തണം. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. ദൈനംദിന ജീവിതത്തിൽ നിരവധി അനവധി ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, വെല്ലുവിളികൾ, ചോദ്യങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നേരിടും. പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? നാം പലപ്പോഴും ചെയ്യുന്നത്, നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ ഗൗരവവും സ്വഭാവവും അനുസരിച്ച് അതിന് തക്കതായിട്ടുള്ള ആളിനെ മനസ്സിൽ വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളിനെ കണ്ടെത്തും. ആ ആളിന്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ പണം മുടക്കിയും ആൾ സ്വാധീനത്തിലും ഏത് വിധേനയും ആ പ്രശ്നത്തിന് പരിഹാരത്തിനായി ആവുന്നത്ര ശ്രമിക്കും. ചില കാര്യങ്ങൾ നടന്നെന്നിരിക്കും, ചില കാര്യങ്ങൾ പാതി വഴിയിലെത്തിയെന്നിരിക്കും, ചില കാര്യങ്ങൾ നടക്കാതെ ഇപ്പോഴും ഒരു കീറാമുട്ടിയായി നിലനിൽക്കുന്നും ഉണ്ടാവും. എല്ലാം കഴിഞ്ഞ് നടക്കത്തില്ല എന്ന് കാണുമ്പോൾ പതുക്കെ പ്രാർത്ഥനക്കാരെയും പള്ളിക്കാരെയും കൂട്ടായ്മക്കാരെയും നാം കൂടെ പോകുവാനും അവരെ ക്ഷണിക്കുവാനും അവരോട് വിവരങ്ങൾ പറയുവാനും നാം മുതിരും. അതും കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ പ്രാർത്ഥന കൊണ്ടും ഈ പള്ളി കൊണ്ടും ഇവരെയും കൊണ്ടും ഒരു ഗുണവും ഇല്ല എന്ന് നാം സ്വയം തീരുമാനിച്ച് അതും പതുക്കെ നിർത്തും. പിന്നീട് ചിലര് ദൈവത്തിൽ നിന്നേ പിന്മാറിപ്പോകും. ചിലർ മദ്യത്തിലും ലോക ഇമ്പങ്ങളിലും അല്ലെങ്കിൽ അതിനൊരു മറുമരുന്നെന്ന വണ്ണം പല മാർഗങ്ങൾ അവലംബിക്കും. ഇത് ഒരു സാധാരണ മനുഷ്യൻ ഇന്ന് നമ്മുടെ നാട്ടുനടപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ഏത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, അത് എത്ര വലുതോ ചെറുതോ എത്ര സങ്കീർണമോ അല്ലാത്തതോ ആയിക്കൊള്ളട്ടെ, ആദ്യം ചെയ്യേണ്ടത് ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ നമ്മുടെ ഹൃദയവും കരങ്ങളും ദൈവത്തിങ്കിലേക്കാണ് ഉയർത്തേണ്ടത്. അതെ, എനിക്ക്
സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് എന്റെ കണ്ണും എന്റെ കരളും എന്റെ ഹൃദയവും എന്റെ കരങ്ങളും എന്നെയും തന്നെ ഉയർത്തി സമർപ്പിക്കുമ്പോൾ തമ്പുരാൻ നിശ്ചയമായും അതിന് മറുപടി നൽകും എന്നതിന് രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് ഈ ഏപ്രിൽ മാസം 4-ാം തീയതി അതിരാവിലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് വിഷയം കൊണ്ടാണെങ്കിലും ഉത്തരം കിട്ടാതെ, പരിഹാരം ലഭിക്കാതെ, വേണ്ട സമാധാനമില്ലാതെ, ഹൃദയത്തിൽ അസ്വസ്ഥതയുമായി, ജീവിതത്തിൽ ഭാരവുമായി, വേദനയുമായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ലോക മനുഷ്യരിൽ മാത്രം ആശ്രയിക്കുന്നു എന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആരോടും സഹായം അഭ്യർത്ഥിക്കരുത് എന്നുമല്ല ഞാൻ ഇതിൽ കൊണ്ട് അർത്ഥമാക്കിയത്. പക്ഷേ എല്ലാത്തിലും മുൻസ്ഥാനം സ്വർഗത്തിലെ ദൈവത്തിങ്കൽ ആയിരിക്കണം. അതുകൊണ്ട് ഏത് വിഷയത്താൽ ഭാരപ്പെട്ട് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവോ, സഹോദരങ്ങളെ, തമ്പുരാന്റെ അടുക്കിലേക്ക് വരിക. നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും കരങ്ങളെയും ദൈവത്തിൽ സമർപ്പിക്കുക. നമ്മുടെ കരം സമർപ്പിക്കുന്നു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശാരീരികമായി പരിപൂർണമായി നാം ദൈവത്തിങ്കൽ അർപ്പിച്ചിരിക്കുന്നു. ഹൃദയം ദൈവത്തിന് കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ടോ എന്റെ ചിന്തകളും എന്റെ അധ്വാനങ്ങളും എന്റെ ബുദ്ധിശക്തിയും എന്റെ ശ്രമങ്ങളും മുഴുവനും ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ എന്റെ ലോകപരമായ ശ്രമങ്ങൾ, അധ്വാനങ്ങൾ, എല്ലാ ബുദ്ധികൂർമ്മതയും തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭൗതികമായിട്ടുള്ള സകലതും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ സകലവും തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോഴാണ് തമ്പുരാൻ ഇടപെടുവാൻ തുടങ്ങുന്നത്, പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്, നമുക്ക് വേണ്ടി അത്ഭുതം നടക്കുവാൻ ആരംഭിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവജനമേ, നാം ആരിലാണ് പരിപൂർണമായി അർപ്പിച്ചിരിക്കുന്നത്? മനുഷ്യരിലാണോ? ബുദ്ധിയുള്ള നമ്മുടെ കൂട്ടുകാരിലാണോ? ഫിലോസഫേഴ്സിലാണോ? ഗൂഗിളിലാണോ? ഓർക്കണം, ഇന്ന് ഒരു വിഷയം വന്നാൽ ചോദിക്കാൻ ഒത്തിരി പേരുണ്ട്. ഗൂഗിളിനോട് ചോദിക്കും, ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോട് ചോദിക്കും, ട്വിറ്റർ, അങ്ങനെ പോകുന്നു. ഇതിലെ കൂട്ടുകാരോടൊക്കെ ചോദിക്കും. പക്ഷേ പണ്ട് കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ ഒരു വിഷയം വരുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി ദൈവത്തോട് ചോദിക്കുമായിരുന്നു. പിന്നീട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പങ്കുവെച്ച് ദൈവിക ആലോചന കേൾക്കുമായിരുന്നു. ഇന്നോ ദൈവഭയമില്ലാത്ത, ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്ത, വലിയ ബുദ്ധിശാലി എന്ന് ലോകം പറയുന്ന പലരോടും വിഷയം പറഞ്ഞ് ഒരു മറുപടിയുമില്ലാത്ത ഞാനും നിങ്ങളും പ്രതികൂലത്തിലും പ്രതിരോധത്തിലും ആയിപ്പോകുന്നു. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ വ്യക്തമായി പറയുന്നു, ദൈവമക്കളെ, നാം നമ്മുടെ കരങ്ങളും ഹൃദയവും ദൈവസന്നിധിയിലേക്ക് ഉയർത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. മകനെ, മകളെ, നിന്റെ പഠനത്തിൽ, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ ജോലിയിൽ, നിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ, നിന്റെ കരിയർ ഡെവലപ്മെന്റ്സിൽ നീ നേരിടുന്ന ചലഞ്ചസ് ഉണ്ടല്ലോ. നിന്റെ കൊളീഗ്സിൽ നിന്ന്, നിന്റെ സൂപ്പർവൈസേഴ്സിൽ നിന്ന്, നീ പോകുന്ന കോർപ്പറേറ്റുകളിൽ നിന്ന് നീ നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിങ്കൽ ശരണപ്പെടുക മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മാത്രമേ നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുകയുള്ളൂ. നീ പഠിച്ച ബിടെക്കിനോ എംടെക്കിനോ, നിന്റെ MBBSനോ, നിന്റെ MBAക്കോ, നിന്റെ CAക്കോ, നിന്റെ യാതൊരു ഫിലോസഫിക്കോ നിന്നെ വിടുവിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ
ഉന്നത വിദ്യാഭ്യാസവും ഉന്നത സ്ഥാനങ്ങളും അലങ്കരിച്ച അനേകർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുകയില്ലായിരുന്നു. അതെ, ബുദ്ധിക്കും ചിന്തകൾക്കും ശാസ്ത്രത്തിനും അപ്പുറത്തായി എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്ന, കരുതുന്ന, നിയന്ത്രിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ലോകവൈദ്യന്മാര് നമ്മളോട് പറയും, ഞങ്ങളാൽ ചെയ്യാവുന്നത് മുഴുവനും ചെയ്തു, ഇനിയും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക. വൈദ്യശാസ്ത്രം കൈവിടും, ലോക നേതാക്കൾ കൈവിടും, നിയമങ്ങൾ കൈവിടും, കൂട്ടുകാർ കൈവിടും, സ്നേഹിതരും ബന്ധുമിത്രാദികളും ചർച്ചക്കാരും രക്തബന്ധങ്ങളും കൈവിടും. എന്നാൽ നീ കൈ ഉയർത്തിയ, നീ ഹൃദയം ഉയർത്തിയ സ്വർഗത്തിലെ ദൈവം നിന്നെ കൈവിടത്തുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇന്നത്തെ വാഗ്ദത്ത വചനം ഹൃദയത്തിൽ ഉറപ്പോടെ സ്വീകരിച്ച് ഉറയ്ക്കണം. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും പിൻപറ്റുന്നത്. പ്രിയ ദൈവജനമേ, അതുകൊണ്ട് മറ്റുള്ള ബാഹ്യ ചിന്തകളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, ആശ്രയസ്ഥാനങ്ങളിൽ നിന്നും, സകല ആൾ ദൈവങ്ങളിൽ നിന്നും ഒഴിവായി ജീവനുള്ള, ജീവൻ നൽകുന്ന സ്വർഗത്തിലെ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ കരങ്ങളെയും ഹൃദയങ്ങളെയും ഉയർത്തിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ അടുത്തു വരാം. നമ്മുടെ ഏത് വിഷയത്തിനും തമ്പുരാന്റെ അടുക്കൽ പരിഹാരമുണ്ട്, വിടുതലുണ്ട്, ഉത്തരമുണ്ട്, ആശ്വാസമുണ്ട്. ഇന്ന് നിങ്ങളിൽ പലരും പലവിധ വിഷയത്താൽ ഭാരപ്പെടുന്നവരാ. മക്കളോട് പറയുവാൻ മറുപടിയില്ല, പ്രിയപ്പെട്ടവരോട് പറയുവാൻ മറുപടിയില്ല, പുറത്തിറങ്ങുവാൻ ശങ്കിക്കുന്നു, ചിലരുടെ മുഖങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പള്ളിയിൽ ആരാധന പോലും ഒഴിവാക്കുന്നവർ എന്നെ കേൾക്കുന്നവരുണ്ടാവാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അതിനെ മാറ്റിത്തരുവാൻ തമ്പുരാന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുക. ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ, അപ്പാ, എന്റെ കരങ്ങൾ ഞാൻ ഉയർത്തുന്നു, എന്റെ ബലം, എന്റെ അധ്വാനം, എന്റെ കഴിവ്, എന്റെ ശക്തി ഞാൻ അങ്ങയുടെ മുമ്പിൽ അടിയറവ് വെക്കുന്നു. എന്റെ ഹൃദയം ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് പകരുകയാ. എന്റെ ചിന്തകൾ കൊണ്ടും ബുദ്ധികൂർമ്മത കൊണ്ടും അറിവ് കൊണ്ടും പരിചയം കൊണ്ടും ഞാൻ ഒത്തിരി ശ്രമിച്ചു, പക്ഷേ എല്ലാം അസ്ഥാനത്തായി. എന്റെ ബുദ്ധി ഒന്നുമില്ല എന്നും, എന്റെ അറിവുകൾ ഒന്നുമില്ല എന്നും, എന്റെ കഴിവുകൾ വട്ടപൂജ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പാ, ഞാൻ എന്റെ ഹൃദയത്തെ അങ്ങയിലേക്ക് ഉയർത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വെറുതെയായി പോകുകയില്ല, വെറും കൈയോടെ മടങ്ങുകയില്ല. നിയമങ്ങളെ മാറ്റി എഴുതുന്ന ഒരു ദൈവം, പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ഒരു ദൈവം, സിംഹക്കുഴിയിലും ഇറങ്ങി വരുന്ന ഒരു ദൈവം, അഗ്നിയുടെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവം. ആ ദൈവം ഇന്ന് പകൽ ജീവജലത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വലിയ ഖേദകരമായ പണച്ചെലവുള്ള സങ്കടകരമായ ഒന്നുമല്ല. 1 രൂപ പോലും മുടക്കണ്ട, ഒരു പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കണ്ട, ആരുടെയും മുമ്പിലും പോയി മുട്ടുമടക്കി കുനിഞ്ഞു നിൽക്കണ്ട. നിങ്ങളായിരിക്കുന്നിടത്ത് പരിപൂർണമായി സമർപ്പിച്ച് ഇന്നത്തെ വാഗ്ദത്ത വചനം ആവർത്തിച്ചു വായിച്ച് നിങ്ങളുടെ കരങ്ങളെയും ഹൃദയങ്ങളെയും തമ്പുരാന് വിട്ടുകൊടുക്കുക. ഇനിയും തമ്പുരാൻ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ, വിടുതൽ അനുഭവിപ്പാൻ ഇടയാവട്ടെ. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം ഏറെ സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.
ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളുടെയും ഭാരങ്ങളുടെയും വേദനകളുടെയും മധ്യേ അങ്ങയുടെ അടുക്കൽ വരുന്നതിന് പകരം ഞങ്ങൾ വലിയവരെന്ന് കരുതുന്ന പലരുടെയും അടുക്കൽ പോയിട്ടുള്ളവരാ. നിർഭാഗ്യവശാൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നവരാ. എന്നാൽ ഇന്നത്തെ വചനം ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ, ഞങ്ങൾ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും ഞങ്ങളുടെ അധ്വാനങ്ങളും ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും എല്ലാം തമ്പുരാന്റെ അടുക്കൽ ഇറക്കി വെച്ച് ഞങ്ങളുടെ കരങ്ങളും ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തണമെന്ന്. അപ്പാ, ഞങ്ങൾ ചെയ്യാതെ പോയ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണം. ഇതാ ഞങ്ങൾ വളരെ വിനയമായി അടുത്തു വരുന്നു. ഞങ്ങളുടെ കരങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളും ഞങ്ങളെ തന്നെയും തമ്പുരാൻ സ്വീകരിക്കണം. അനുഗ്രഹത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണം. ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരെയും ധാരാളമായി മാനിച്ച് ഉയർത്തണം. സ്വർഗീയ കൃപയാൽ നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മെ തള്ളിക്കളയുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനുമല്ല. പിന്നെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നാം ചെല്ലേണ്ടതുപോലെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നില്ല. എല്ലാം കഴിഞ്ഞല്ല ദൈവത്തിന്റെ അടുക്കൽ ചെല്ലേണ്ടത്. ആദ്യം തമ്പുരാന്റെ അടുക്കൽ ചെല്ലണം. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം നാം കേട്ടതുപോലെ ദൈവകരങ്ങളിൽ നമ്മുടെ കരങ്ങളും നമ്മുടെ ഹൃദയങ്ങളും നമ്മെയും സമർപ്പിച്ച് പ്രാർത്ഥനയോടെ അടുത്ത് ചെല്ലാം. തമ്പുരാന്റെ വലിയ അനുഗ്രഹങ്ങൾ വിടുതൽ പ്രാപിച്ച് ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ജ്യോതിസുകളായി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.